തിരുവനന്തപുരം കിളിമാനൂരിൽ അജ്ഞാത വാഹനമിടിച്ച് കിളിമാനൂർ ചേണിക്കുഴി സ്വദേശി രാജൻ മരിച്ച സംഭവത്തിൽ വാഹനം തിരിച്ചറിഞ്ഞു. ഇടിച്ചത് പാറശാല SHO അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ്. ഇടിച്ച ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4-നും 5-നും ഇടയിലായിരുന്നു അപകടം. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനിൽകുമാറിന്റെ വാഹനമാണ് എന്ന് തെളിഞ്ഞത്. വാഹനം അമിത വേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ചു എന്നാണ് പോലീസിന്റെ FIR. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഈ ദിവസങ്ങളായി ഏതാണ് ഈ വാഹനം എന്നുള്ള അന്വേഷണത്തിലായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനൊടുവിൽ അതൊരു SHOയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് എന്ന് തിരിച്ചറിയുന്നു. അതൊരു ഞെട്ടലും ഉണ്ടാക്കുന്നുണ്ട്. ഈ വാഹനം ഓടിച്ചത് SHO തന്നെയാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത്. തുടർന്ന് അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനീഷ് മഹിബാൽ? ഇത് സംബന്ധിച്ച് അന്വേഷിച്ചത് കിളിമാനൂർ പോലീസാണ്. കിളിമാനൂർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഈ ഒരു വാഹനം, അതായത് വാഹനം ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് രാജൻ 59 വയസ്സാണ് 1 മണിക്കൂറോളം അന്ന് റോഡിൽ കിടന്നു രക്തം വാർന്ന് മരിക്കുകയായിരുന്നു. 6 മണിക്കാണ് രാജനെ നാട്ടുകാർ കാണുന്നത്. അങ്ങനെ നാട്ടുകാരും പോലീസും ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അവിടെ എത്തിക്കുന്ന സമയത്ത് രാജൻ മരിച്ചിരുന്നു. അങ്ങനെ ഈ അലക്ഷ്യമായി അമിത വേഗതയിലെത്തിയ ഒരു വാഹനമാണ് രാജനെ ഇടിച്ചു തെറിപ്പിച്ചതും അത് നിർത്താതെ പോയതും എന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് തയ്യാറാക്കിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് പാറശാല SHO അനിൽകുമാറിൻ്റെ വാഹനമാണ്, അത് മാരുതി 800 വാഹനമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ വാഹനം ഓടിച്ചത് അനിൽകുമാറാണോ എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അത് തെളിഞ്ഞാൽ അനിൽകുമാറിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താം. അതായത് വാഹനം നിർത്താതെ പോയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പിന് അപ്പുറത്തേക്ക് വലിയ വകുപ്പാണ്. വാഹനം മനഃപൂർവ്വമായി നിർത്താതെ പോവുക, അത് ഈ രക്തം വാർന്ന് മരിക്കാനൊക്കെ തന്നെ ഇടയാക്കിയത് ഇദ്ദേഹം നിർത്താതെ പോയത് കൊണ്ടാണ്. അങ്ങനെ ഈ വാഹനം ഓടിച്ചത് അനിൽകുമാറാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ അടക്കമുള്ള ജാമ്യമില്ല വകുപ്പ് പ്രകാരം അനിൽകുമാറിനെതിരെ കേസെടുക്കാം. നിലവിൽ ഈ വാഹനത്തിന് ഉടമസ്ഥൻ എന്ന രീതിയിൽ ഉള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനി കൂടുതൽ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരിക്കും ഇത് പാറശാല SHO അനിൽകുമാറാണോ എന്ന് തിരിച്ചറിയുക. നിലവിൽ ഈ SHO അനിൽകുമാർ നിലവിൽ തിരുവനന്തപുരം ജില്ലയിലില്ല, പുറത്തൊരു ജില്ലയിൽ മറ്റൊരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെയാണ്. അതുകൊണ്ടാണ് അടുത്ത ദിവസം ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇത് അനിൽകുമാറിന്റെ വാഹനമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസം കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ എത്തി ചോദ്യം ചെയ്ത ശേഷം പിന്നീട് മറ്റ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ഉണ്ടാവുക. കഴിഞ്ഞ ഞായറാഴ്ചയാണ് MC റോഡിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനും സമീപത്ത് വെച്ചാണ് രാവിലെ കൂലിപ്പണിക്ക് പോവുകയായിരുന്നു കിളിമാനൂർ സ്വദേശി 59-കാരനായ രാജനെ ഒരു അജ്ഞാത വാഹനം ഇടിച്ചു എന്ന രീതിയിൽ പിന്നീട് റോഡിൽ കിടക്കുകയും രക്തം വാർന്ന് മരിക്കുകയും ചെയ്തത്. ആ സംഭവത്തിലായിരുന്നു പോലീസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ. വാഹനത്തെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് അത് പാറശാല SHO അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണെന്ന് തെളിഞ്ഞത്. ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ അപകടമുണ്ടാക്കിയതിന് ശേഷം വാഹനം പോവുകയായിരുന്നു. വാഹനം അമിത വേഗത്തിലായിരുന്നു, അലക്ഷ്യമായി ഓടിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ FIR. ഒരു മാരുതി ഓൾട്ടോ വാഹനമാണ്, നീല നിറത്തിലുള്ള കാർ. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണം അതിലാണ്. അതിൻ്റെ ഉടമ SHO ആയിട്ടുള്ള അനിൽകുമാറാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഈ വാഹനം ഓടിച്ചത് അപകടമുണ്ടാവുന്ന സമയത്ത് അനിൽകുമാർ തന്നെയാണോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനയിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.